തൃപ്പൂണിത്തുറ വളരെ ക്ലാസിക് ഡീലിന്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആണോ സ്വരാജ്? ഇപ്പോഴും 5000 BJP-ക്കാരുടെ വോട്ടുകൾ നേടാൻ കഴിയുമെന്ന് UDF സ്ഥാനാർത്ഥി പറയുമ്പോൾ നിറഞ്ഞ കയ്യടിയോടെ കോൺഗ്രസ്സുകാർ അത് ഏറ്റെടുക്കുന്നു. AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാലിൻ്റെ സാന്നിധ്യത്തിലാണ് ആ വോട്ടുകൾ വേണ്ട എന്ന് പറയാനുള്ള ആർജവം, അല്ലെങ്കിൽ G. സുധാകരനെ തിരുത്താൻ അവിടെ KC വേണുഗോപാൽ ശ്രമിച്ചിട്ടില്ല എന്ന് പറയുകയും അതിന് വഴങ്ങുകയും ചെയ്തൊരു കോൺഗ്രസിനെയും ഇതേ ദിവസം കണ്ടു. അവിടെയാണ് നിങ്ങൾ ചരിത്രവും വസ്തുതകളും യാഥാർത്ഥ്യവും ഒക്കെ വിസ്മരിച്ചുകൊണ്ട്, അതറിയാത്ത നേതാക്കളല്ല, അതെല്ലാം വിസ്മരിച്ചുകൊണ്ട് കേവലം ഒരു രാഷ്ട്രീയ വിവാദത്തിന് വേണ്ടി ഡീൽ എന്ന് പറഞ്ഞു. അവിടെയാണ് സ്വരാജ് നേരത്തെ പറഞ്ഞത്, നിലപാടിന് അല്പം സത്യസന്ധത വേണം, അതില്ലായ്മയാണ് എന്തും വിളിച്ചു പറയുന്ന നിലയിലേക്ക് നേതാക്കളെ മാറ്റുന്നത്. അതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അപ്പോൾ അമ്പലപ്പുഴ സ്ഥാനാർത്ഥി UDF സ്ഥാനാർത്ഥിയല്ല, സ്വതന്ത്രനായ സ്ഥാനാർത്ഥിയാണ്. UDF അദ്ദേഹത്തെ പിന്താങ്ങുന്നു, ആർക്ക് വേണമെങ്കിലും പിന്താങ്ങാം. അതിപ്പോൾ സുധാകരൻ 5000 BJP അല്ല, രാഹുൽ ഗാന്ധിയുടെ ചിത്രം പതിച്ച ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ തൊപ്പി തലയിൽ വെച്ചൊരു G. സുധാകരനെ കണ്ടതുകൊണ്ട് പറ്റിപ്പോയതാണ്. G. സുധാകരൻ വളരെ സ്പഷ്ടമായി എണ്ണി പറയുന്നു, അദ്ദേഹം എണ്ണി എടുത്ത പോലെ 5000 BJP വോട്ട് എന്ന് പറയുന്ന ആ ഡീൽ, അത് KC വേണുഗോപാലിനും കോൺഗ്രസിനും പ്രശ്നമേ അല്ല, നിങ്ങൾ അംഗീകരിക്കുന്നു അല്ലേ, അക്സെപ്റ്റ് ചെയ്യുന്നു കോൺഗ്രസ് പാർട്ടി? ചേട്ടാ, ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ലേ, UDFന്റെ സ്വതന്ത്രനാണല്ലോ, സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ UDF പിന്താങ്ങുകയാണ്. BJPയുടെ വോട്ടും വാങ്ങുന്ന ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ പിന്തുണയ്ക്കാൻ കോൺഗ്രസിനും UDFനും കേരളത്തിൽ യാതൊരു മടിയുമില്ല എന്ന് മനസ്സിലാക്കിക്കോട്ടെ. ഇതോടെ അങ്ങ് പറഞ്ഞത് വെച്ചിട്ട് കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ, കൈപ്പത്തി അടയാളത്തിലൊരു സ്ഥാനാർത്ഥി ആയിരുന്നെങ്കിൽ BJPയുടെ വോട്ടുകൾ തനിക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ അത് അങ്ങ് സ്വീകരിക്കുമോ? എൻ്റെ ശ്രീ സ്വരാജ്, ഇന്ത്യയിൽ BJPക്കെതിരെ, കേരളത്തിൽ BJPക്കെതിരെ ശക്തമായി പോരാടുകയും ഒരു വർഗീയ പാർട്ടിയുടെ വോട്ട് വേണ്ട എന്ന് കൃത്യമായി പറയുകയും ചെയ്ത പാർട്ടിയാണ് കോൺഗ്രസ്. പിന്നെ ചോദ്യത്തിന് എന്താ പ്രസക്തി? അങ്ങ് പറഞ്ഞു അതിന് പ്രസക്തി ഇല്ല എന്ന് പറഞ്ഞു. പ്രസക്തി ഉണ്ട്. ഞാനിപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചൊരു സ്ഥാനാർത്ഥിയാണല്ലോ അങ്ങ് പറഞ്ഞ മണ്ഡലത്തിൽ. എൻ്റെ എതിർ സ്ഥാനാർത്ഥിയായ കോൺഗ്രസിൻ്റെ നേതാവ് തെരഞ്ഞെടുപ്പിന് മുൻപ് എന്താണ് പരസ്യമായി മാധ്യമങ്ങളോട് പറഞ്ഞത്? ഈ തവണ BJPയുടെ വോട്ടുകൾ എനിക്ക് ഗണ്യമായി കിട്ടും എന്നാണ് പറഞ്ഞത്. അതാണ് ഞാൻ ചോദിച്ചത്. സ്വതന്ത്രന് പറയാമെന്ന് അങ്ങ് പറഞ്ഞു. ശരി, സ്വതന്ത്രൻ പറയട്ടെ. പക്ഷേ സ്വതന്ത്രൻ കോൺഗ്രസ് വേദിയിലാണ് പറഞ്ഞത്. സ്വതന്ത്രൻ റോഡിൽ നിന്നിട്ടല്ല, കോൺഗ്രസിൻ്റെ വേദിയിൽ അഖിലേന്ത്യാ സെക്രട്ടറി, ജനറൽ സെക്രട്ടറിയാന്ന് തോന്നുന്നു, അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിലാണ് പറഞ്ഞത്. ശരി, അവിടെ നിൽക്കട്ടെ. കൈപ്പത്തി അടയാളത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി പരസ്യമായി പറഞ്ഞതാണിത്, BJPയുടെ വോട്ട് കിട്ടും. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി എന്താ പറഞ്ഞത്? BJPയുടെ സ്ഥാനാർത്ഥി പഴയ PSC ചെയർമാനാണ്, അങ്ങേക്ക് അറിയാമല്ലോ, കോൺഗ്രസിൻ്റെ ഒരു പ്രധാന മുഖമായിരുന്നു. അദ്ദേഹം തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? എനിക്ക് കിട്ടേണ്ട വോട്ടുകൾ, ഞങ്ങളുടെ വോട്ടുകൾ, BJP വോട്ടുകൾ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പോയി, അദ്ദേഹത്തിന് കൊണ്ടുപോയി. അദ്ദേഹം വളരെ ക്ഷുഭിതനായി, അദ്ദേഹം നിരാശനായി. വാർത്താ സമ്മേളനം വിളിച്ചാണ് പറഞ്ഞത്. കൊടുത്ത BJPയുടെ നേതാവും പറഞ്ഞു, വാങ്ങിയ കോൺഗ്രസിൻ്റെ നേതാവും പറഞ്ഞു. അതിനല്ലേ നമ്മൾ ഡീൽ എന്ന് പറയേണ്ടത്? അതല്ലേ ഡീല്? തൃപ്പൂണിത്തുറ വളരെ ക്ലാസിക് ഡീലിന്റെ ഒരു കോൺസ്റ്റിറ്റ്യുവൻസി ആണോ സ്വരാജ്? ഇപ്പോഴും കോൺഗ്രസ് BJP ഡീലിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മണ്ഡലമായി തൃപ്പൂണിത്തുറയെ ഇപ്പോഴും കാണുകയാണോ സ്വരാജ്? ഉറപ്പ്, യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ നോക്കിക്കോ. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ 3 മുന്നണികൾ കിട്ടുന്ന വോട്ട് നോക്കുമ്പോൾ മനസ്സിലാവും ഇത് കേരളത്തിൽ പലയിടത്തും ഉള്ളതാണെന്നേ.